ഹായ്, എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LICയിലേക്ക് ഇപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നീ പോസ്റ്റുകളിലേക്കായിട്ട് പെർമനൻറ്റ് ബേസിസിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആയിട്ടുള്ള LICയിലേക്കാണ് ഇപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നീ തസ്തികകളിലേക്കായിട്ട് പെർമനൻറ്റ് ബേസിസിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. പോസ്റ്റുകൾ പരിശോധിക്കാം. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് 81 ഒഴിവാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ എന്ന പോസ്റ്റിലേക്ക് SC 8, ST 3, OBC 13, EWS 5, UR 21 എന്നിങ്ങനെ 50 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് SC 4, ST 3, OBC 8, EWS 3, UR 13 എന്നിങ്ങനെ 31 ഒഴിവുകളായിട്ട് ടോട്ടൽ 81 AE ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് 410 ഒഴിവുകളാണ് ടോട്ടലായും വന്നിട്ടുള്ളത്. AAO CA എന്ന പോസ്റ്റിലേക്ക് SC 4, ST 2, OBC 7, EWS 3, UR 14 എന്നിങ്ങനെ 30 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. AAO CS എന്ന പോസ്റ്റിലേക്ക് SC 1, ST 1, OBC 2, EWS 1, UR 5 എന്നിങ്ങനെ 10 ഒഴിവും. AAO ആക്ച്വറിയൽ എന്ന പോസ്റ്റിലേക്ക് SC 4, ST 2, OBC 7, EWS 3, UR 14 എന്നിങ്ങനെ 30 ഒഴിവും. AAO ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് SC 45, ST 22, OBC 77, EWS 34, UR 132 എന്നിങ്ങനെ 310 ഒഴിവും. AAO ലീഗൽ എന്ന പോസ്റ്റിലേക്ക് SC 4, ST 2, OBC 7, EWS 3, UR 14 എന്നിങ്ങനെ 30 ഒഴിവുമായിട്ട് ടോട്ടൽ 410 ഒഴിവാണ് അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് പരിശോധിക്കാം. ഇതിലേക്കുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 16/8/2025 മുതലാണ്. 8/9/2025 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. 8/9/2025 വരെ തന്നെയാണ് ഓൺലൈനായിട്ട് ഫീ അടയ്ക്കാനുള്ള അവസാന തീയതിയായിട്ട് വന്നിട്ടുള്ളത്. എക്സാമിനുള്ള കോൾ ലെറ്റേഴ്സ് എക്സാമിൻ്റെ 7 ദിവസം മുൻപായിട്ട് ലഭിക്കുന്നതായിരിക്കും. പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് 3/10/2025 എന്നാണ്. മെയിൻ എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് വരുന്നത് 8/11/2025 ആണ്. ഓരോ പോസ്റ്റിലേക്കുമുള്ള യോഗ്യതകൾ പരിശോധിക്കാം. AE സിവിൽ എന്ന പോസ്റ്റിലേക്ക് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. 1/8/2025 വെച്ചാണ് ഏജ് കണക്കാക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗിലുള്ള BTech അല്ലെങ്കിൽ BE ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. AE ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്കും 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇലക്ട്രിക്കൽ വിഭാഗത്തിലുള്ള BTech അല്ലെങ്കിൽ BE ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇതിലേക്കും മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് പറയുന്നുണ്ട്. AAO ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന പോസ്റ്റിലേക്ക് 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ബാച്ചിലർ ഡിഗ്രിയും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. AAO കമ്പനി സെക്രട്ടറി എന്ന പോസ്റ്റിലേക്ക് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. AAO ആക്ച്വറിയൽ എന്ന പോസ്റ്റിലേക്കും 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി തന്നെയാണ് ഈ പോസ്റ്റിലേക്കും യോഗ്യതയായിട്ട് വരുന്നത്. AAO ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ഉള്ളവർക്കും ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. AAO ലീഗൽ എന്ന പോസ്റ്റിലേക്ക് 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ബാച്ചിലർ ഡിഗ്രി ഇൻ ലോ ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റ് ക്വാളിഫിക്കേഷനായിട്ട് ബാർ കൗൺസിലിൽ എൻറോൾ ചെയ്ത ആളായിരിക്കണം. അഡ്വക്കേറ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ്. SC STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും PWBD കാൻഡിഡേറ്റ്സിന് 10 വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പോസ്റ്റിലേക്ക് സാലറി ആയിട്ട് വരുന്നത് ബേസിക് പേ 88,635 രൂപയാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. ബേസിക് സ്കെയിൽ വരുന്നത് 88,635 രൂപ മുതൽ 1,69,025 രൂപ വരെയാണ്. ബേസിക് പേയ്ക്ക് പുറമെ HRA, DA തുടങ്ങിയ എല്ലാവിധ അലവൻസുകളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. എല്ലാ അലവൻസോടും അടക്കം സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് 1,26,000 രൂപയോളം മാസം ലഭിക്കുന്നതാണ്. തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് ആദ്യത്തെ 1 വർഷം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് ഒരു ബോണ്ടും വരുന്നുണ്ട്. 5 ലക്ഷം രൂപയുടെ 4 വർഷത്തെ ബോണ്ടാണ് വരുന്നത്.
ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. SC ST PWBD കാൻഡിഡേറ്റ്സിന് 85 രൂപ മാത്രമേ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും 700 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും നടത്തിയാണ് ഈ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. 2 എക്സാമിനേഷൻ്റെയും സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ച് നോക്കാവുന്നതാണ്. മെയിൻ എക്സാമിനു ശേഷം ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ 16/8/2025 മുതൽ 8/9/2025 വരെ LICയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്ത് ആപ്ലിക്കേഷൻ ഫീയും അടച്ചതിന് ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. മികച്ച സാലറിയിൽ ഇന്ത്യയിൽ ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള നല്ല ഒരു അവസരമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ. യോഗ്യതയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.